ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാരുടെ സ്വർഗ കാഴ്ചകളിലേക്ക്, സ്വർഗക്കളികളിലേക്ക്, സ്വർഗ താലന്തുകളിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. മാലാകക്കൂട്ടത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ സ്വർഗ കാഴ്ചകൾക്ക് ശക്തിയും ഊർജവും മികവും പകരാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ക്രൈസ്റ്റ് കിങ് ചർച്ച് അന്നമനടയിലെ കൊച്ചു കൂട്ടുകാരാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഈശോടെ തടിച്ചു വിളിക്കല്ലേ? ആർ യു റെഡി? അപ്പൊ ഈശോട് തടിച്ചു പൊളിക്കാനും കൂട്ടുകൂടാനും ഈ സ്വർഗത്തിൽ 4-5 സെഗ്മെന്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടുന്നത് ഈശോയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എപ്പോഴും സ്വർഗത്തിൽ മാലാഖമാര് ഈശോയ്ക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ഈശോയ്ക്ക് സ്തുതി പാടുമ്പോൾ നമ്മൾ മാലാഖയോളം വളരും. അപ്പൊ നമ്മളൊക്കെ ഇവിടെ സ്തുതി പാടുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുകയാണ്? അപ്പൊ ഈശോ കാണുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി, വീട്ടുപേര്, പപ്പയുടെ പേരിലല്ല, മാലാഖയായിട്ട്. അതേ ഒരു മാലാഖ ഇരുന്ന് എന്നെ ആരാധിക്കുന്നു, അങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു പാട്ട് പഠിച്ച് ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ്. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. പഠിക്കേ. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ഇനി 2 ലൈൻ ഒന്നിച്ച് പാടിക്കേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. പാടാമോ? യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. പാടാം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല. ഒന്നിച്ച് പാടിക്കേ. ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല. സിമ്പിൾ പാട്ടല്ലേ? വേഗം പഠിച്ചില്ലേ? പഠിച്ചോ? ഇനി നമ്മൾ ഈശോയെ സ്നേഹിക്കണമെങ്കിൽ, കളിക്കണമെങ്കിൽ, കൂട്ടുകൂടെങ്കിൽ ആക്ഷനും കൂടി വേണം. ആക്ഷൻ പഠിക്കാൻ പോവാണ്. നോക്കി എല്ലാവരും. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. ചെയ്തേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ചെയ്തേ. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ഇനി ആർക്കു വേണം ഇങ്ങനെ കുത്തു കൊടുക്കരുത്, ഇടി കൊടുക്കരുത് എന്നൊക്കെ. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ചെയ്തേ. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ഇനി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ലല്ല ലാല അങ്ങനെ കളിക്കണം. റെഡിയാണോ? റെഡിയാണോ? എന്നാ ചാടി എഴുന്നേറ്റേ. നമ്മൾക്ക് ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ്. ആർ യു റെഡി? ഓക്കെ. ആടിപ്പാടി സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ. പോരാ പോരാ പോരാ, പുഞ്ചിരി പോരാ. മാലാഖമാര് ഞെട്ടട്ടെ. യേശു തരും ആനന്ദം. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത. ഒന്നുകൂടെ ചെയ്തേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത. ചോദിക്ക്. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ഒന്നുകൂടെ ചോദിക്ക്. ആർക്കു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളി. എങ്ങനെ? യേശുവിനെ ലാലല്ലല്ല 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 ലാലല്ലാലല്ല ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല. ഒന്നുകൂടെ. ആഹാ. യേശു തരും ആനന്ദം. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം. നല്ല രസമായിട്ട് ചെയ്തേ. യേശു യേശു തരും അതിരില്ലാത്ത. ആർക്കു വേണം, ആർക്കു വേണം. സന്തോഷത്തോട് ചോദിച്ചേ. ആർക്കു വേണം.
യേശുവിനെ നോക്കിയിടുമ്പോ, യേശുവിനെ നോക്കിയിടുമ്പോൾ അവൻ അരുളി, യേശുവിനെ come on everybody, ഒന്നൂടെ സൂപ്പർ. ഈ സ്വർഗത്തില് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ പോവാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ് വചനം ഭക്ഷിക്കാം? വചനം ഭക്ഷിക്കാം അല്ലേ? വചനം ഭക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തിനു കിട്ടാൻ? ആനന്ദം കിട്ടാൻ, അതുപോലെ നമ്മുടെ ആത്മാവിന് ശക്തി കിട്ടാൻ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ശക്തി കിട്ടും, ഊർജം കിട്ടും അല്ലേ? നല്ല എന്താ പറയുക, എനർജി കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും. ഇതൊക്കെ അല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ചില പനിയൊക്കെ വരുമ്പോൾ, ഇമ്മ്യൂണിറ്റി ഒക്കെ പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഫുഡൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളെ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ നമ്മൾ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടുന്നത് പോലെ നമ്മുടെ ആത്മാവിന് ബലം കിട്ടാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്ത്? എന്ത്? ഉറക്കെ പറ, എന്ത്? അപ്പോൾ വചനം ഭക്ഷിക്കാൻ റെഡിയാകാം. ഇന്ന് നമുക്ക് ടോമി ചേട്ടനാണ് വചനം ഭക്ഷിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വചനം പങ്കുവെക്കാൻ വരുന്നത്. നമുക്ക് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാം. ടോമി ചേട്ടൻ ഡിവൈനിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേട്ടായിയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നത് ഇന്ന് നമ്മളൊരു ക്ലാപ്പ് കൊടുക്കാൻ പോവാണ്. ആ ക്ലാപ്പിൻ്റെ പേരാണ് റോബോട്ട് ക്ലാപ്പ്. ഏതാണ്? റോബോട്ട് ക്ലാപ്പ്. റോബോട്ടിനറിയാലോ അല്ലേ? റോബോട്ട് 1 2 3 4. അപ്പോൾ റോബോട്ട് നടക്കണ പോലെ നമ്മൾ മൂവ് ചെയ്യണം. ജസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ക്ലാപ്പ് ചെയ്യണം. അതാണ് റോബോട്ട് ക്ലാപ്പ്. ഓക്കെ, റെഡി? 1 2 3 4 ഗോ. 4 ഗോ കേട്ടോ. ചാടി എഴുന്നേറ്റ് നമ്മൾ റോബോട്ട് ക്ലാപ്പ് കൊടുത്ത് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? റോബോട്ട് ക്ലാപ്പ് ഗോ. 1 2 3 4 ഗോ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, എന്തോ സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ പാടിയില്ലേ, ആർക്ക് വേണം ആനന്ദം? ആർക്കൊക്കെ വേണം ആനന്ദം? അതെവിടെന്നാ കിട്ടുക? ആനന്ദം എവിടെന്ന് കിട്ടും? സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ പറയാ, ആനന്ദത്തിൻ്റെ സങ്കേതം ദൈവത്തിൻ്റെ അടുത്താണ്, അങ്ങേ പക്കലാണല്ലോ ആനന്ദത്തിൻ്റെ പരിപൂർണത. ആനന്ദം എങ്ങനെ നമുക്ക് നേടാൻ പറ്റും? ഈ ആനന്ദം എങ്ങനെ നേടാൻ പറ്റുക? ആനന്ദം എങ്ങനെ? സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് 1/2 കിലോ പാവയ്ക്ക, 2 കിലോ വെളുത്തുള്ളി, 4 കിലോ ഉരുളക്കിഴങ്ങ്, 5 കിലോ ആനന്ദം. അവിടെ നിന്ന് ആനന്ദം കിട്ടുമോ? ആനന്ദം കിട്ടുമോ? ബാക്കി ഉരുളക്കിഴങ്ങും സബോളയും ഈ പലവ്യഞ്ജനങ്ങളൊക്കെ കിട്ടും. പക്ഷെ ആനന്ദം കിട്ടണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെയാണ് ആനന്ദമുള്ളത്. ഈ ആനന്ദം നമുക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്മ ചെയ്യണം. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. പണ്ട് ഒരു റോഡിൽ വലിയൊരു പാറക്കല്ല് ഇങ്ങനെ കിടക്കുക. അതിലൊരു കുതിരവണ്ടിക്കാരൻ വന്നു. വലിയ സ്പീഡിൽ അവൻ വഴി ഇങ്ങനെ പാറക്കല്ല് കണ്ടപ്പോൾ തെറ്റിച്ച് ഓടിച്ച് അവൻ അങ്ങോട്ട് പോയി. അവനൊന്നും എന്തൊരു കഷ്ടമായി, പാറക്കല്ല് നടുറോട്ടിൽ കൊണ്ടിടാനോ പറ്റുള്ളൂ, ഈ രാജാവിന് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് രാജാവിനെ കുറേ കുറ്റം പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. വേറൊരു ബിസിനസ്സുകാരൻ വന്നു. അവൻ ഈ റോഡിൻ്റെ നടുക്ക് കല്ല് എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെയാണോ റോഡിൻ്റെ നടുവിൽ, ഇത് ആരും ഉത്തരവാദിത്തപ്പെട്ടവരില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അവനും കടന്നുപോയി. പിന്നാലെ വന്നത് ഒരു പാവപ്പെട്ട ഒരു പച്ചക്കറി മേടിച്ചിട്ട് ഒരു ചേട്ടനാണ് വന്നേ. പാവപ്പെട്ട മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ നടുക്ക് കല്ല് കിടക്കണു. അവൻ ആ പച്ചക്കറിയൊക്കെ സൈഡിൽ വെച്ചിട്ട് അവൻ ചെന്ന് വളരെ കഷ്ടപ്പെട്ട് എടുത്ത് ആ പൊങ്ങാത്ത കല്ല എടുത്ത് മറിച്ച് റോഡിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സൈഡിലാക്കി വെച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കല്ലിൻ്റെ അടിയിൽ ഒരു പൊതിക്കെട്ടും കുറേ സ്വർണ്ണ നാണയങ്ങളും ഒരു എഴുത്തും വെച്ചേക്കുക. ഇത് നിങ്ങൾക്കുള്ളതാണ്, ഈ നന്മ ചെയ്ത വ്യക്തിക്കാണ് ഞാൻ ഈ സമ്മാനം വെച്ചിരിക്കുന്നത്. കുറേ സ്വർണ്ണ നാണയമൊക്കെ ആ പാവപ്പെട്ടവന് കിട്ടി.
ഇതാണ് ആ കഥ. ഈ കഥയുടെ സാരം ഇതാ: നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ പോലും നമുക്ക് നന്മ വരും. ഷെയർ ചെയ്താൽ വർദ്ധിക്കുന്ന സാധനം എന്താ? സന്തോഷം, സ്നേഹം, പുഞ്ചിരി. ഇതൊക്കെ ഷെയർ ചെയ്യും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യാൻ പോവുക, കുറേ നന്മകൾ ചെയ്യാൻ പോവുക. മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കാൻ പോകുന്നു, സന്തോഷത്തോടെ നന്മ ചെയ്യാൻ പോകുന്നു. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ എന്താ ഈ പ്രായത്തിൽ? ഏറ്റവും വലിയ നന്മ ഇടവിടാതെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി. ശരിയല്ലേ? ഡോക്ടർമാർക്ക്, എഞ്ചിനീയർമാർക്ക്, അതിർത്തിയാക്കുന്ന പട്ടാളക്കാർക്ക്, അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന്, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയണം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിലും ദൈവമേ നന്ദി ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഉടുപ്പ് തന്നതിന്, എനിക്ക് പേരൻസിനെ തന്നതിന്, സ്കൂൾ ടീച്ചറിനെ തന്നതിന്, നല്ല സ്കൂൾ തന്നതിന്. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതും സന്തോഷം വർദ്ധിപ്പിക്കും. ഇതും നന്മയാണ്. പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ നന്മ. നമ്മളല്ലാതെ അടുത്ത പട്ടണത്തിൽ പോയി ഇവിടെയും പോയി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് നന്മയാണ്: പ്രാർത്ഥിക്കുക, നന്ദിയുള്ളവരായിത്തീരുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വിരസത വരും, ഒരു ടേസ്റ്റ് ഇല്ലായ്മ വരും ജീവിതത്തിൽ. അപ്പോഴേ ചെറുപ്പത്തിലേ ശീലിച്ചു കൊടുക്കുക. സന്തോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എവിടെ ചെന്നാലും എന്തിനും വിജയം കിട്ടും. സോ നമ്മൾ ഇന്നു മുതൽ ഒരു തീരുമാനം എടുത്തു, സന്തോഷിച്ച് ജീവിക്കാം. നമുക്ക് കൈകളൊന്ന് കൂപ്പിയേ, ഈശോടൊന്ന് പറയാം: എൻ്റെ ഈശോയെ, എല്ലായ്പ്പോഴും വിജയത്തിലും തോൽവിയിലും സൗന്ദര്യത്തിലും പരാജയത്തിലും എല്ലാ അവസ്ഥയിലും സന്തോഷത്തോടെ അതിനെ നേരിട്ട് നല്ല വിശ്വാസത്തിൽ മുന്നേറുവാനും ആനന്ദമുള്ള വ്യക്തിത്വമായി തീരുവാനും എന്നെ അനുവദിക്കണമേ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പോൾ വിശുദ്ധരെ പരിചയപ്പെടാൻ പോവാണ് ഈ സെഗ്മെന്റിലൂടെ. നമുക്കറിയാം, വിശുദ്ധരെ നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധിയിൽ വളരാനാണ്. ഇനി ഈ സ്വർഗത്തിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താനും വചനം പറയാനും ഒരുങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഈ കൂട്ടുകാരെ പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? ജെനീലിയ വർഗീസ്. ജെനീലിയ വർഗീസ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 9th. ഇന്ന് ഏത് വിശുദ്ധരെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ അന്തോണീസ്. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് ജലീലിയ പറയുന്നത് നമുക്ക് കേൾക്കാം. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ വിൻസെന്റ് മാർട്ടിൻ തെരേസ പയസ് ദമ്പതികളുടെ പുത്രനായി 1195 ഓഗസ്റ്റ് 15 വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. മാതാപിതാക്കൾ അവനെ ഫെർണാൻഡോ മാർട്ടിൻസ് എന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മകനെ ദേവാലയത്തോടും ക്രിസ്തീയ ജീവിതചര്യകളോടുമുള്ള ആഭിമുഖ്യത്തിൽ വളർത്തി. തുടർന്ന് ദൈവവേലയ്ക്കായി ജീവിതം സമർപ്പിക്കാനും ഫെർണാൻഡോ തീരുമാനമെടുക്കുകയും അഗസ്റ്റിൻ സഭയിൽ പൗരോഹിത്യം സ്വീകരിക്കുകയും അന്തോണീസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ 36-ാമത്തെ വയസ്സിൽ ആർസെല്ലായിലെ ക്ലാര മഠത്തിൽ വെച്ച് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആദ്യമായി വിശുദ്ധൻ്റെ കല്ലറ തുറന്നപ്പോൾ തൻ്റെ ശരീരം എല്ലും പൊടിയുമായിരുന്നെങ്കിലും തൻ്റെ നാവ് മാത്രം യാതൊരു കേടും കൂടാതെ അതേ നിലയിൽ തന്നെ കാണപ്പെട്ടു. ദൈവവചനം പ്രഘോഷിക്കുന്നതിന് പ്രത്യേക വരം ലഭിച്ച വിശുദ്ധൻ എന്ന നിലയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ അഴുകാത്ത നാവ് അനേകർക്ക് സാക്ഷ്യമായി പാതുവായിൽ വണങ്ങപ്പെടുന്നു. കാണാതായ വസ്തുക്കളുടെ മധ്യസ്ഥനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ജൂൺ 13 തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധൻ്റെ മധ്യസ്ഥതയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ജലീലിയ വളരെ ഭംഗിയായിട്ട് വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നമുക്ക് പങ്കുവെച്ച് തന്നു. ഇനി വിശുദ്ധരുടെ ജീവിതം ആസ്പദമാക്കി വചനം കേൾക്കുകയാണ്. മോളുടെ പേര് പറയാമോ? എത്ന മരിയ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 9th. ഓക്കെ, 9th പഠിക്കുന്ന എത്ന നമ്മളോട് പറയുന്ന വചനം കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. ഫിലിപ്പി 1:9. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി.
ഈശോയുടെ കൂട്ടുകാരെ, സന്തോഷമാണോ? സന്തോഷമാണ്. ഇനി നമ്മൾ ഈ സ്വർഗത്തിലേക്ക് അടുത്തൊരു സെഗ്മെന്റിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് വർദ്ധിപ്പിക്കാം. അപ്പം നമ്മുടെ താലന്തൊക്കെ ഈശോയ്ക്ക് കൊടുക്കാനുള്ളൊരു സെഗ്മെൻ്റാണ്. നിങ്ങളും ഇന്ന് താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ ഒരുങ്ങി വന്നിട്ടുണ്ടാകും. ഈ ഫ്ലോറിൽ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ഒത്തിരിയേറെ കൂട്ടുകാർ വന്ന് അവരുടെ കഴിവൊക്കെ ഈശോയ്ക്ക് കൊടുക്കാറുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ആരൊക്കെയാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്? ഓക്കെ, ഇവർക്ക് നല്ലൊരു കൈഡി കൊടുക്കാം മക്കളെ. നമുക്ക് നമ്മുടെ കൂട്ടുകാരൊന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറയാമോ? ഡെല്ല മേരി. ഡെല്ല മേരി. അടുത്ത ആള് അദീന കണ്ണത്ത്. അധീന കണ്ണത്ത്. ആവ്ലിൻ മരിയ. ആവ്ലിൻ മരിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ഈശോയ്ക്ക് എന്ത് താലന്ത കൊടുക്കാൻ പോകുന്നത്? ആ, ഞങ്ങൾക്കറിയാം, കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ ഡാൻസ് താലന്ത് നമുക്ക് ആസ്വദിച്ചാലോ? ആർ യു റെഡി? യെസ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും, നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും, മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും, ഈ സ്വരമേഴിലും യേശുനാഥ നിന്നെ കണ്ടു. ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഇനി ലാസ്റ്റ് ഒരു സെഗ്മെൻറ്റും കൂടി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ അവസാനത്തെ സെഗ്മെൻ്റാണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. നല്ല ശീലങ്ങളാണ് നല്ല വ്യക്തിത്വം നമുക്ക് സമ്മാനിക്കുക, അല്ലേ? നല്ല ശീലം കുഞ്ഞുനാൾ മുതൽ, അല്ലേ, നമ്മുടെ വ്യക്തി വികസനത്തിനായിട്ട് അമ്മച്ചിമാർ മുതൽ മുത്തമ്മാമ്മ മുതൽ, അല്ലേ, അമ്മൂമ്മയും ഗ്രാൻഡ് മദറൊക്കെ നമുക്ക് ഒരേ ശീലങ്ങൾ പഠിപ്പിക്കും. കുരിശ് വര, അല്ലെങ്കിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും രാവിലെ എണീക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ ശീലങ്ങളും നമുക്ക് അത് നമ്മുടെ വ്യക്തിത്വത്തെ ആണ്, അല്ലേ, അത് വളർത്തുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3:9, പ്രഭാഷകൻ 3:9 ഒരു വചനമാണ് ഇന്ന് നമ്മൾ നല്ല ശീലമായിട്ട് എടുക്കുന്നത്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളെ ബലവത്താക്കും. ഒന്ന് പറഞ്ഞ വാക്ക്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളെ ബലവത്താക്കും.
നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പപ്പയുടെ മമ്മിയുടെ ഒക്കെ ഒരു അനുഗ്രഹം വാങ്ങി പോകുന്നവർ എത്ര പേരുണ്ട്? അനുഗ്രഹം വാങ്ങി പോകുന്നവർ അല്ലേ? പലരും ഇല്ല, നുണ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് മുതൽ പുതിയ ശീലം തുടങ്ങണം. ഇപ്പം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പുതിയ ശീലം തുടങ്ങണം. ബൈബിൾ എഴുതിയേക്കാണ് പിതാവിൻ്റെ അനുഗ്രഹം, പിതാവിനെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും മാതാവിൻ്റെ അനുഗ്രഹം മക്കളെ ബലവത്താക്കും. ചിലപ്പോൾ പപ്പ വിദേശത്തായിരിക്കാം, അപ്പം മമ്മിയുടെ അനുഗ്രഹം കിട്ടുള്ളൂ, വാങ്ങിക്കൊണ്ട് പോകണം. എവിടെ നമ്മൾ പോകുന്നത് അവരുടെ അനുഗ്രഹം വാങ്ങിപ്പോകാനായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളുണ്ട് പിണങ്ങി വഴക്കുണ്ടാക്കിയൊക്കെ പോകും, സ്കൂളിൽ പോകുമ്പോൾ വഴക്കുണ്ടാക്കി പോകും. അങ്ങനെ പോകാൻ പാടില്ല. പിതാവിൻ്റെ അനുഗ്രഹമാണ് മക്കളെ ബലവത്താക്കുന്നത്. എൻ്റെ അടുത്ത് വാക്ക് എഴുതിയേക്കുന്നതാണ്, അമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ പോലെ ഇളക്കും. അടിത്തറ ഇല്ലാണ്ട് വീട് പണിയാൻ പറ്റുമോ? എന്ത് ഭയങ്കര വാക്കുകൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം നമ്മൾ മേടിക്കണം. ഒരപ്പൻ അല്ലേ, അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അച്ഛൻ്റെ വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. എന്താണ് വാക്കിൻ്റെ അർത്ഥം? ശ്രേഷ്ഠൻ. അനേകം ശ്രേഷ്ഠത്വം നമ്മുടെ അച്ഛന്മാരിലുണ്ട് അല്ലേ, പപ്പമാരിലുണ്ട്. ഓർത്ത് നോക്കിയാൽ നിങ്ങൾ, പപ്പ ഇങ്ങനെ ചിലപ്പോൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ ചില കൊച്ചുങ്ങൾ വലുതായി കഴിയുമ്പോൾ പറയും, ഇതെന്തെങ്ങനെ മൂങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കണേ പപ്പയുടെ അടുത്ത് അല്ലേ. ചിലപ്പോൾ എന്നും പപ്പയ്ക്ക് പരാതിയാണ്, പപ്പയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഒരു പരിപാടിക്ക് വരില്ല, ഏത് ഫംഗ്ഷന് പോയാലും ഈ ഒരു ഷർട്ടേ ഉള്ളൂ. പപ്പയ്ക്കൊന്ന് മാറ്റി പിടിച്ചുകൂടെ അല്ലേ? പപ്പയ്ക്ക് ഈ സൈക്കിൾ മാറ്റിയിട്ട് തക്കടപ്പിൻ്റെ ഒരു സൈക്കിൾ എടുത്ത് മാറ്റിയിട്ട് നല്ല ബൈക്ക് മേടിച്ചൂടെ? ഇനി ബൈക്ക് ഉണ്ടെങ്കിലോ ഈ പൊട്ടക്കാടി ബൈക്കിൽ മാറ്റിയുള്ള കാർ മേടിച്ചൂടെ? പപ്പയ്ക്കില്ലാത്ത കുറ്റമില്ല അല്ലേ. പപ്പയുടെ അനുഗ്രഹമാണ് നമ്മളെ ബലവത്താക്കണേ. ചിലപ്പോൾ പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചേട്ടായി വേറൊരു സ്ഥലത്തൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ, ഹയർ സെക്കൻഡറി പ്രോഗ്രാമിന് പോയി. അപ്പം ചില സ്പിരിച്വൽ ഷെയറിങ്ങിന് ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ ഒരു കുട്ടിയോട് വർത്തമാനം പറഞ്ഞപ്പോൾ, പപ്പയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ നല്ല ഇൻറ്റിമസിയാണോ, പപ്പയുടെ അടുത്ത് എടുത്തിരിക്കാറുണ്ടോ, പപ്പയുടെ കൈ പിടിച്ച് വർത്തമാനം പറയാറുണ്ടോ എന്നൊക്കെ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഞാൻ പപ്പയുടെ അടുത്ത് അങ്ങനെ വലിയ ഫ്രണ്ട്ലി ഒന്നുമല്ല. കുഞ്ഞിലെ പപ്പ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അപ്പം ഞാനും ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്ന് പപ്പ എന്നോട് ഫ്രണ്ട്ലി അല്ല, ഇപ്പം ഞാനും ഫ്രണ്ട്ലി അല്ല. എന്തൊരു ഡയലോഗ് നോക്കിയേ കുഞ്ഞ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞായിരിക്കണപ്പോൾ പപ്പമാരെന്ത് ചെയ്യും? കൊച്ചിനെ എടുത്തിട്ട് അമ്മാനാടി കളിക്കും, കൊച്ചിനെ പൊക്കിയിടും, എന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ താഴേക്ക് വരും, അപ്പന്മാർ ക്യാച്ച് ചെയ്യും. അപ്പോൾ കൊച്ചിന് വലിയ കളിയാണ്. ഇന്ന് +2 പഠിക്കുന്ന കുട്ടീനെ എടുത്തിട്ട് അപ്പനെ ഇങ്ങനെ അമ്മാനിട്ട് കഴിഞ്ഞാൽ തണ്ടലൊടിഞ്ഞ അപ്പൻ അവിടെ കിടക്കും, സ്പൈനൽ കോഡ് പൊട്ടിയിട്ട്. ഇന്ന് അങ്ങനെ വാത്സല്യം കാണിക്കാൻ പറ്റുമോ? ഇനി ചില പപ്പന്മാരെന്ത് ചെയ്യും? ആന പുറത്ത് കയറ്റിയിട്ട് ആന തുമ്പി ഇങ്ങനെ ആനക്ക് മുമ്പ് കൈയൊക്കെ വീശണ പോലെ ഇങ്ങനെ കളിപ്പിക്കും അല്ലേ. ഉപ്പും ചാക്ക് കയറ്റി കളിക്കും, കുരങ്ങച്ചനായിട്ട് കളിക്കുക. എന്തെല്ലാം കളി അപ്പന്മാർ കളിച്ചേക്കണമെന്ന് അറിയാമോ? ഈ അമ്മമാർക്ക് അങ്ങനെ ഗതികേട് വന്നിട്ടില്ല. പക്ഷെ പപ്പന്മാരാണ് കുതിരയാകുന്നതും ആനയാകുന്നതും കുരങ്ങനൊക്കെ ആവുന്നതും. ഇന്നും കുരങ്ങനായിട്ട് ഉമർത്ത് ഇങ്ങനെ ഇരിക്കും. ATM കൗണ്ടറിലേക്ക് പോണ പോലെയാണ് ചില കുട്ടികൾ പപ്പയുടെ അടുത്തിൽ നിന്ന്, പപ്പ ട്യൂഷൻ ഫീസ്. അപ്പോൾ പപ്പ ട്യൂഷൻ ഫീസ് എന്നാ പോ, ATM കൊടുക്കണ പോലെ കൊടുക്കും. പപ്പ ടൂറിന് പോകാൻ കാശ്, അപ്പോൾ പപ്പ ATM നിന്ന് കൊടുക്കണ പോലെ കൊടുക്കും. ഇങ്ങനെ നീർച്ചാല് തേടുന്ന വേഴാമ്പലിനെ പോലെ പപ്പന്മാർ സ്നേഹം കൊതിച്ച് ഇങ്ങനെ ഉമർത്ത് അവിടെ ഇടയ്ക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ വല്ലയിടത്തൊക്കെ ജോലിക്ക് പോയിട്ട് വെയിലത്തും മഴയിലും വല്ല ഓഫീസർമാരുടെ കീഴിലൊക്കെ ജോലി ചെയ്ത് അവരുടെ ചീത്ത ബഹളമൊക്കെ കേട്ട് അവിടുത്തെ പണിഷ്മെൻ്റൊക്കെ കിട്ടിയിട്ട് അരിശപ്പെട്ട് വിഷമിച്ച് വന്നിങ്ങനെ ഇരിക്കുകയാണ് മൂലയിൽ. കുരിശുവര പോലും വളരെ പ്രയാസപ്പെട്ട. അപ്പോഴാണ് നമ്മുടെ ഡയലോഗ്, ഇതെന്താ മൂങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കാൻ, ഇത് മിണ്ടൂലേ, ഇത് മിണ്ടൂലേ, കീ കൊടുക്കുന്ന ബൊമ്മയെ പോലെ കണ്ടേക്കുന്നത്. പപ്പയുടെ അനുഗ്രഹം നമ്മളെ ബലവത്താകും. ഉറുമ്പരിമണി ശേഖരിക്കുന്ന മക്കൾ കണ്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഹൊയ് ഹൊയ് 3-4 ഉറുമ്പൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇവർ കൂട്ടിക്കൊണ്ടുപോയിക്കും. എന്താണെന്നറിയാമോ? അത് കൂട്ടി വയ്ക്കുമ്പോഴാണ് ഇവർ മഴക്കാലമൊക്കെ വരണ സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ. എന്നതുപോലെ പപ്പയുടെ ഇഷ്ടങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടിയിട്ട് ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ എൻ്റെ കൊച്ചിന്, എൻ്റെ മുത്തിന്, എൻ്റെ മോൾക്ക്, എൻ്റെ പിങ്കിക്ക്, എൻ്റെ ഡിങ്കിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഇതിങ്ങനെ വെയിം ചെയ്ത് ജീവിക്കുക, മെഴുകുതിരി ഉരുകണ പോലെ. എന്നിട്ടും പപ്പയ്ക്കില്ലാത്ത കുറ്റമില്ല, കൾച്ചറില്ല, നല്ല ഡ്രസ്സ് ഇടാൻ അറിയില്ല, നല്ല ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പപ്പന്മാരെ കളിയാക്കരുത്. ചിലപ്പോൾ ചേട്ടത് പറയുമ്പോൾ ചിലർക്ക് സങ്കടം വരും. പപ്പയുടെ അടുത്ത് ATM അടുത്ത് പോണ പോലെ പോകരുത്. പപ്പയുടെ അടുത്ത് പോയിരിക്കണം, കൈയൊക്കെ പിടിച്ച് വർത്താനം പറയണം. പപ്പയോട് ചോദിക്കണം, പപ്പേ എന്നോട് കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി പണിയെടുത്ത് കൈയൊക്കെ പാറക്കഷ്ണം പോലെയാണല്ലോ ഇരിക്കണേ എന്നൊക്കെ 2 കുത്തി വർത്താനമൊക്കെ പറയണം. അപ്പോൾ പപ്പയുടെ ഉള്ളിൽ നീർച്ചാൽ കിട്ടുന്ന വേഴാമ്പലിൻ്റെ ആശ്വാസം പോലെ ഒരു കൂളിങ്സ് വരും. ആർ യു റെഡി? പപ്പമാരുടെ അടുത്ത് പോയിരിക്കോ, വർത്താനം പറയോ, കൈ പിടിച്ച വിശേഷം ചോദിക്കോ, അവളത്തെ 2 കുത്തോ. ചില ആൾക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു ചേട്ടത് പറഞ്ഞു വന്നപ്പോഴേക്കും. സങ്കടം നല്ലതാണ്. പിന്നെ എന്തിനാണെന്നറിയാമോ? ഇത് ബൈബിളിൽ എഴുതി വെച്ചേക്കാം.
പപ്പയുടെ അനുഗ്രഹം നമ്മളെ ബലവത്താക്കും. ബലമില്ലെങ്കിൽ എവിടെ കൊണ്ട് വീട് പണിതിട്ടും കാര്യമില്ല, ലൈഫ് ഉണ്ടായിട്ടും കാര്യമില്ല. അമേരിക്കയിൽ പോയി ന്യൂസിലൻഡിൽ പോയി പപ്പയുടെ അനുഗ്രഹം ഇല്ല, ഒരു കാറ്റടിച്ച് വീഴുന്ന വീട് പോലെയാവും. നമ്മൾ ചീട്ട് കൊണ്ട് കൊട്ടാരം പടന്ന് എങ്ങനെ ഇരിക്കും? ഒറ്റ കാറ്റ് മതി, ഒക്കെ തകരും. അതുകൊണ്ട് ഇന്നു മുതൽ പുതിയ ശീലം. ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരായ കൂട്ടുകാരെ, പപ്പയുടെ അനുഗ്രഹം നമ്മളെ ബലവത്താക്കും. നിങ്ങളും ഈ ഒരു അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങൾ ഫോളോ ചെയ്യണം ഞങ്ങൾ പറഞ്ഞ ശീലം. നമുക്കെന്നാൽ ഈ സ്വർഗത്തിൽ ഒന്നുകൂടെ ഈശോടൊത്ത് കളിച്ചാലോ? ചാടി എഴുന്നേറ്റ് ഈശോടൊത്ത് കളിക്കാലോ? കാരണം നിങ്ങൾ ചില സങ്കടം മൂഡിലേക്കൊക്കെ വന്നുകൊണ്ട് നല്ലൊരു കളി ഇനി ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഈശോടൊത്ത് കൂട്ടുകൂടാം, ഈശോടൊത്ത് കളിക്കാം, ഈശോടൊത്ത് ഷെയർ ചെയ്യാം. ആർ യു റെഡി? പോരാ പോരാ. ആർ യു റെഡി? കൈയടിച്ചേ, ആടിപ്പാടി ഈശോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോടൊത്ത് കളിക്കാമോ? ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാഖമാരായി വളരാലോ. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് നല്ല സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. കൈകൂപ്പി പിടിച്ചേൻ. പപ്പയുടെ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ ബലവത്താക്കും എന്ന് പറഞ്ഞാൽ അമ്മയും എവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണെങ്കിലും ഈശോയോട് യാത്ര പറയുന്നത് പോലെ തന്നെ നമ്മുടെ പാരൻസിനോട് യാത്ര പറയണം. കാരണം ഇത് നമ്മളെ ബലവത്താക്കുന്നവരാണ്. സംരക്ഷിക്കാനുള്ള കഴിവ് അവരുടെ പ്രാർത്ഥനയ്ക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാവോ? ഈശോയെ, ഇന്നു മുതൽ ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് ചേർന്നിരിക്കാനും വർത്തമാനം പറയാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരെ പോലെ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണു തുറക്കാം. ഇനി നമ്മുടെ ഒരു സസ്പെൻസിനുള്ള സമയമാണ്. ആരാണ് ഇന്നത്തെ ഏഞ്ചൽ എന്നറിയാൻ പോവാണ്. ആരാ ഇത് വന്നെടുക്കുന്നത്? മോള് വന്നതിൽ പറഞ്ഞാൽ സെലക്ട് ചെയ്യാമോ? ആ വേമ്പ ക്ലാപ്പ് ഒന്ന് ക്ലാപ്പ് കൊടുക്കാമോ? ഡോണ മരിയ ഷോബി. ആരാ? ഡോണ മരിയ ഷോബി. ഡോണ മരിയ ഷോബി. അപ്പോൾ മോള് പോയിരുന്നോ? ഡോണയാണ് ഇന്നത്തെ ഏഞ്ചലായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ഡോണ. കൈയടിക്കാമോ? ഈശോയുടെ കൂട്ടുകാരെ, ഈശോയുടെ മാലാഖമാരെ, അപ്പോൾ ഇന്ന് മാലാഖേനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഈ എപ്പിസോഡിൻ്റെ ഏഞ്ചൽ ആരാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാർക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുന്ന സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഞങ്ങളുടെ മാലാഖക്കൂട്ടം സ്വർഗ്ഗക്കാഴ്ചകൾ നിങ്ങളെ ഏറെ കൗതുകത്തോടെ ഞങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ഒബ്സർവ് ചെയ്തു, ഞങ്ങൾ വാച്ച് ചെയ്തു, ഞങ്ങളുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ സ്വർഗത്തിൻ്റെ കൂട്ടുകാരുടെ വക ഒരു ബിഗ് ക്ലാപ്പ് ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാർക്ക് നൽകുകയാണ്. മക്കളെ, എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂട്ടുകാർക്ക് ടാറ്റ കൊടുക്കാമോ? ടാറ്റ, ബൈ ബൈ, ബൈ ബൈ.